യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണ് നമ്മുടെ ക്ലാസ്സിലൂടെ ഒരിക്കലും മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുത്ത് തുല്യമായ ഒരു പ്രവർത്തനം. ഇതാവട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വിലക്കിയ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് രാത്രി ഒറ്റക്കായിട്ട് യാത്ര ചെയ്യുക. രാത്രിയുടെ ഒറ്റക്കുള്ള യാത്ര റസൂലുള്ളാഹി തങ്ങൾ കർശനമായി അത് നിരോധിച്ചതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി സമയത്ത് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം അത്രയും അത് പാടില്ലാത്തതാണ്. ഒറ്റക്ക് രാത്രി യാത്ര ചെയ്യുക എന്നത് ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ് എന്നതാണ് അതിന്റെ സാരം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യാത്രക്കായി നിങ്ങളോട് ഒന്നിച്ച് കൂട്ടുന്ന കൂട്ടുകാരെ നല്ല കൂട്ടുകാരായി നിങ്ങൾ നല്ലവരെ മാത്രം നിങ്ങളുടെ യാത്രയിൽ ഒന്നിച്ചു കൂട്ടണം. അല്ലാത്ത ആളുകളെ നിങ്ങൾ ഒന്നിച്ചു കൂട്ടാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ യാത്രയിൽ ഉണ്ടാകുന്ന ബറക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകുന്ന തമ്മാടികൾ, മോശക്കാർ, ഹറാമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും യാത്രയിൽ ഒന്നിച്ച് നിങ്ങൾ കൂട്ടാൻ പാടില്ല. അതുപോലെ ഹബീബായ തങ്ങൾ പറഞ്ഞു, യാത്ര പോകുന്ന സമയത്ത് നായകളെയോ അതുപോലെ ജറസ് എന്ന് പറഞ്ഞാൽ മനിങ്ങനെ അടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം, അത് നിങ്ങൾ യാത്രയിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ പാടില്ല. നായകൻ എന്ന് പറയാറുണ്ട്. പണ്ടത്തെ കാലത്തെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് കുറവാണ്. എന്നാലും പറയാറുണ്ട്, മുസ്ലിങ്ങളല്ല മറ്റേ കാറിലെല്ലാം പോകുമ്പോ ഒന്നിച്ചവരുടെ നായകനെ കൊണ്ടുപോകുന്നതാണ്. ഒറ്റ നായകൻ അതിനെ കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം നമുക്ക് സാന്നിധ്യമായിരിക്കും. അങ്ങനെയുള്ള ആ മലക്ക്, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നഷ്ടപ്പെടാത്ത കാരണമാണ് ഇത് നായ. അതുപോലെ ജറസ് മണി അടിക്കുന്നില്ല. അപ്പൊ അവന്റെ പണ്ടെല്ലാം ഉണ്ടായിരുന്നു ഈ പശുക്കൾക്കെല്ലാം ഇങ്ങനെ കെട്ടുന്നത്, ആടുകൾക്കെല്ലാം കെട്ടുന്നത്. ഇതിന് നമുക്കത് അറിയാൻ പറ്റില്ല ഇന്ന സ്ഥലത്തിലുണ്ട്. പണ്ടത്തെ ആളുകൾ നടന്നിട്ട് അഞ്ചിന് പോയ ആളുകളുണ്ടായിരുന്നു, നടന്നിട്ട് അഞ്ചിന് പോയ ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെയും യാത്ര പോകുന്ന സമയത്ത് ഇതൊക്കെയും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ നമ്മുടെ യാത്രയുടെ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. അപ്പൊ ഏതായാലും യാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകം വലിയൊരു വിഷയമാണ്, ചെറിയ വിഷയമൊന്നുമല്ല, അത് വലിയ വിഷയമാണ്. അതിൽ അള്ളാഹുവിന്റെ ഒരുപാട് ബർക്കത്തുകൾ, അതുപോലെ അള്ളാഹുവിന്റെ അജായിബുകൾ, ആയാത്തുകൾ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് യാത്ര എന്ന് പറഞ്ഞാൽ. ഒരാൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ യാത്രയെ അയപ്പ് നൽകുന്ന ആളുകൾ യാത്ര പോകുന്നവന്റെ കൈപിടിച്ച് അവന്റെ ഒരു ദ്വാ ചെയ്ത് കൊടുക്കൽ സുന്നത്തുണ്ട്. അസ്തൗദിമുക്കല്ലാഹ് ദീനക വഅമാനതക വഖവാതിമ അമലിക. അസ്തൗദിമുക്കല്ലാഹ് ദീനക വഅമാനതക വഖവാതിമ അമലിക. യാത്ര പോകുന്നവന്റെ കൈപിടിച്ച് യാത്രയെ അയപ്പ് നൽകുന്ന ആളുകൾ ദ്വാ ചെയ്ത് കൊടുക്കേണ്ട ഒരു ദ്വായാണ്. എന്റെ അർത്ഥം, അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി ഞാൻ ഹിഫ്ള് തേടുകയാണ്, നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നു. എന്താ? നിന്റെ ദീനിനെ കാക്കട്ടെ, നിന്റെ അമാനത്തിനെ അള്ളാഹു കാക്കട്ടെ. നീ നാട്ടില് യാത്ര പോകുമ്പോൾ നിന്റെ അമാനത്തായി നാട്ടിൽ സമ്പത്ത് ഉണ്ടാവും, നാട്ടിൽ കുടുംബങ്ങൾ ഉണ്ടാവും, നീ കൊണ്ടുപോകുന്ന അമാനത്തുണ്ടാവും, അതിനൊക്കെയും അള്ളാഹു കാക്കട്ടെ. അതുപോലെ നിന്റെ അമലുകളുടെ അവസാനങ്ങളെയും അള്ളാഹു കാക്കട്ടെ, നിന്റെ പ്രവർത്തനങ്ങളുടെ അന്തിമം അതിനെയും അള്ളാഹു തആല കാക്കട്ടെ എന്നൊരു ദ്വാര് യാത്ര അയപ്പ് കൊടുക്കുന്ന ആളുകൾ യാത്രക്കാരന്റെ കൈ പിടിച്ച് ദ്വാരങ്ങൾ നടത്താം. അങ്ങനെ ദ്വാരന്നാൽ യാത്ര പോകുന്ന ആള് തിരിച്ചിങ്ങോട്ടൊരു ദ്വാരം എന്താ? അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാവലിനെ തേടുന്നത്. ഏത് അള്ളാഹയോ? അവനോട് ഒരു കാര്യം കാവലിനെ ഏൽപ്പിച്ചാൽ അവൻ കാക്കും ഉറപ്പാണ്. ഒരു കാര്യം അവനോട് നമ്മ ഏൽപ്പിച്ചാൽ അവൻ കാക്കുമെന്നത് ഉറപ്പാണ്. അങ്ങനെയുള്ള അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് മോമിൻ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. പകരം പകരം കിട്ടുന്ന ആളാണ്. ഇത് തെറ്റായിട്ടല്ല, നന്മക്ക് നന്മയായിട്ട് പകരം കൊടുക്കുന്ന ആളാണ് മോമിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൽ വലിയ പുണ്യമുള്ള സുന്നത്താണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങള് 4 ദിവസമായി പോകും അല്ലെ. ഇന്നത്തെ ഈ കൊല്ലത്തിന്റെ ക്ലാസിന്റെ തുടക്കം തന്നെ യാത്രയാണ്. പറഞ്ഞാലും മതിയാവും. അപ്പൊ അറിയാം, ഇന്നലെ ഇവിടെ അവസാനിച്ച ഒരു അപകടത്തിൽ പെട്ടിട്ട് കാര്യദേവനാണ്. പക്ഷെ അതുകൊണ്ട് എത്ര 2 കൈക്ക് ഫാസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. 10 ദിവസത്തിന്റെ 3 മാസത്തിന്റെ നിസ്കാരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിനിടയ്ക്ക് ഒരാൾ പറയുന്ന ഇങ്ങനെ സംസാരിക്കുമ്പോ കാലക്കേട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ചനി എന്ന് പറയും. ചനി
ഇവിടെ പറയുന്നത് കാലക്കേട്. കാലക്കേട് എന്നത് ഇസ്ലാമിലില്ല, അത് പറയാൻ പാടില്ലാത്തതാണ്. അത് മുമ്പിലായ ഒരു മനുഷ്യന്റെ വായിക്കുന്നത് പറയാൻ പാടില്ല. കാലക്കേട് എന്നത് ഇസ്ലാമിലില്ല. പിന്നെ ഇസ്ലാം അതെന്താ? അള്ളാന്റെ കഥ, അള്ളാന്റെ കഥ. ഇവിടെ ഈമാൻ കാര്യത്തിലുള്ളതല്ലേ. എന്ത് കയ്യിൽ വന്നാലും ഷർറ് വന്നാലും അതെന്ത് വിശ്വസിക്കണം? അത് അള്ളാഹുവിൽ നിന്നിട്ടാണ്. അതല്ലാതെ കാലക്കേട് നമ്മുടെ കാലത്തിന് വെക്കലാണ്. അപ്പൊ അതിന്റെ കുറച്ചൊരു കാലം അങ്ങനെ കാലക്കേട് എന്നത് ഇസ്ലാമിൽ അത് പറയാൻ പാടില്ല. പിന്നെയോ അത് പറയാൻ കഴിയുമ്പോ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാന്റെ കഥ, അള്ളാന്റെ തീരുമാനം. അള്ളാഹ് കണക്കാക്കിയത് ഇവിടെ സംഭവിക്കുന്നു. അതാണ് ഒരു മുമ്പിനായ മനുഷ്യൻ പറയുന്നത്. ഇങ്ങനെ പറയാൻ ഇങ്ങനെ ഈ വിഷയം പറയുമ്പോൾ കേട്ടില്ല. ഇടയ്ക്ക് ഞാനും പറയാൻ മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടാകുമ്പോ ഞാനും എന്റെ ഉസ്താദ് ഇങ്ങനെ ബൈക്കിൽ പോകണം. പോയിട്ടപ്പോ ഞാൻ എന്തോ വിഷയത്തിൽ പറഞ്ഞു, നമ്മളെ ചനി വിടുന്നില്ലല്ലോ ഉസ്താദ്, നമ്മളെ ചനി വിടുന്നില്ലല്ലോ ഉസ്താദ്, ഭയങ്കര ദേഷ്യം. എന്താണ് പറഞ്ഞത്? ചനി എന്നിട്ട് ഇസ്ലാമില്ല, കാലക്കേട് ഇസ്ലാമിലില്ല. അള്ളാഹിനെ വിശ്വസിക്കുന്നതിന് കാര്യമായിട്ടെന്ന് പറഞ്ഞത് അങ്ങനത്തെ ഇസ്ലാമിലില്ല. അതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. പ്രവാചകന്മാർക്കൊക്കെ വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ട് വരാത്ത പ്രവാചകന്മാരെ പോലെ ബുദ്ധിമുട്ട് വന്ന ആളുകളും ലോകത്തിലില്ല. അവർ കാലക്കേടല്ല, ഇല്ല, സഹിച്ചതാണ്, ക്ഷമിച്ചതാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നിട്ടാണെന്ന ഒരു നല്ല ഉറച്ച തീരുമാനം മനസ്സിൽ വന്നപ്പോ അവർക്ക് അത് വലിയ അറിഞ്ഞു കൊടുത്തു. പരീക്ഷണങ്ങൾ മോമിനിങ്ങൾക്ക് അന്ന് കൊടുക്കും, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി നല്ല ആളുകൾക്ക് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരെ ഒരു സ്ഥാനം കൂട്ടാനാണ്. ഏതാവട്ടെ അള്ളാഹു താല എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, മുസീബാത്തുകളിൽ നിന്ന്, ഷറുകളിൽ നിന്നിട്ട് പടച്ചറമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും പടച്ചറമ്പെ നീ സലാമത്താക്കണേ. അള്ളാഹ് ഓരോ ദിവസവും നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്ത് എത്രയോ വാഹനങ്ങൾ ദൂര നാട്ടിൽ നിന്ന് യാത്ര പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ പോകുന്ന നിങ്ങൾ കാണുന്ന പടച്ചോനെ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ. അള്ളാഹ് യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നിട്ട് പടച്ചോനെ നിന്റെ പ്രത്യേകമായ ഇതുകൊണ്ട് നീ കാക്കണേ. റബ്ബേ നീയാണ് ആദ്യം കാക്കേണ്ടത്, നീയാണ് റബ്ബേ. അല്ലാഹുവേ എല്ലാം നിന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്, നീ സലാമത്ത് നൽകണേ. റബ്ബേ എത്രയോ ആളുകൾ പലവിധ ഹലാലായ മുറാദുകൾ പറഞ്ഞത് വസീൽ ചെയ്തവരുടെ പടച്ചവൻ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ. അല്ലാഹ് ഹലാലായ നിയ്യാത്തുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ. റബ്ബേ അല്ലാഹുവേ ഭാര്യ മക്കളെ പോറ്റാൻ, കുടുംബങ്ങളെ പോറ്റാൻ പല രൂപത്തിലുള്ള ഐശ്വര്യത്തിന്റെ വഴികളിൽ ബന്ധപ്പെടുന്നവരാണ് ഞങ്ങളും പ്രവാസികളും നാട്ടുകാരായ പലരും. അല്ലാഹ് എല്ലാവരുടെ ഐശ്വര്യത്തിന്റെ വലിയ വലിയ വറക്കത്ത് നൽകണേ. ഉണ്ട് കടലിൽ ചെന്ന് അധ്വാനിക്കുന്ന ആളുകളുണ്ട്, നീ കാക്കണേ. റഹ്മാനെ പ്രവാസികളുടെ അല്ലാഹ് ബറക്കത്ത് നൽകണേ. അല്ലാഹ് നാട്ടുകാരിൽ പലരും പലവിധ തൊഴിൽ ചെയ്യുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്, വലിയ പുരോഗതി നൽകണേ. റഹ്മാനെ അല്ലാഹ് ഞങ്ങളുടെ ജീവിത പുരോഗതിക്ക് തടസ്സമാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, ഇത് ശൈതാനിയത്തായാലും കണ്ണേറായാലും സിഹറായാലും ചതിയായാലും എല്ലാം നീ ബാത്തിലാക്കണേ. ഉണ്ട് എല്ലാം നീ ബാത്തിലാക്കണേ. അല്ലാഹ് മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നീ സ്വർഗം നൽകണേ. അല്ലാഹ് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. ഉണ്ട് അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി എത്രയോ ആളുകൾ പണ്ട് മുതൽ ഇന്നുവരെ സഹായിക്കുമ്പോൾ പറഞ്ഞത് മരിച്ചുപോയ കുടുംബങ്ങളെ ഓർത്തിട്ടാണ് പടച്ചോനെ അവർക്ക് റബ്ബേ അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് അവരുടെ കബറിലേക്ക് അതിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് പടച്ചോനെ എല്ലാം നീ റഹ്മത്തിലാക്കണേ. അല്ലാഹ് ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.